ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ തെക്ക് വടക്ക് പറയുമ്പോൾ അതിൽ ആദ്യം പറയേണ്ട വേറൊരു സാധനം ഫുഡും കൂടെയാണ്. ഫുഡിന്റെ ഒരു കമ്പാരിസൺ ലെവൽ എപ്പോഴും ഭയങ്കര പ്രശ്നമാണ്. അതിൽ ആദ്യത്തെ ഐറ്റാണ് സദ്യ. സദ്യ വിളമ്പുന്നത് തൊട്ട് പ്രശ്നമാണ്. തിരുവനന്തപുരത്തെ സദ്യ വിളമ്പുന്നതും നമ്മളെ കോഴിക്കോട് സദ്യ വിളമ്പുന്നതും വിഭവങ്ങളും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഞാനൊരു പ്രാവശ്യം ഞാനിതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് ഓണം ആഘോഷിക്കുകയാണ്. അപ്പം നമ്മൾ സാധാരണ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറ് വിളമ്പുന്നു. ചോറ് വിളമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സാമ്പാറാണല്ലോ. അവിടെ ആദ്യം വിളമ്പുക. ഇവിടെ നമുക്ക് അങ്ങനെയാ, ചോറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് സാമ്പാറാണ്. പക്ഷെ അവിടെ വരുന്നത് പരിപ്പ് കറിയാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഓക്കെ പരിപ്പ് കറി ഉണ്ടാവുള്ളൂ, ഇനി അടുത്ത് സാമ്പാർ വരില്ലെന്ന് വിചാരിച്ചാൽ ആദ്യം നമ്മൾ ഈ ചോറും കൂട്ടി കഴിക്കും. ഈ ചോറും പരിപ്പ് കറിയും കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത സാമ്പാർ വരുന്നുണ്ട്, അത് കഴിഞ്ഞ് അടുത്തത് വരുന്നുണ്ട്. അപ്പം ഈ വിളമ്പുന്ന ശൈലി പോലും അവിടെ വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ അതെ അതെ അവിടെ പായസത്തിനാണ് കുറച്ചുകൂടെ ഇത് വരുന്നത്. തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ ബോളി പായസം, 2 പായസം വിളമ്പുന്നതും. ഇവിടെ നമുക്ക് പായസം കമ്പാരിറ്റീവ്ലി ഈ ഭാഗത്തേക്കില്ല. തിരുവനന്തപുരം സദ്യയുടെ കൂടെ ഫിഷ് അല്ലെങ്കിൽ മീറ്റ് ഒക്കെ കഴിക്കുന്ന വലിയ മോശമാണെന്ന് അഭിപ്രായം ഉണ്ടോ? സദ്യ എന്നൊക്കെ പറയുമ്പോൾ ഒരു കോൺസെപ്റ്റ് ഇല്ലേ അല്ലേ? അതൊരു അതൊരു സങ്കല്പമല്ലേ? അല്ല, സദ്യ അങ്ങനെയാണ്. ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. അതിന്റെ കൂടെ നിങ്ങൾ ഇതൊക്കെ ചേർത്തു.